ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും ഈഗക്കുട്ടനും കൂടി ഇതേ സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഈഗക്കുട്ടൻ സാമ്പാറിനുള്ള പച്ചക്കറി പൊളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ അകത്തുള്ള ഓരോ സാധനം അവളെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ പച്ചക്കറിയുടെ ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം കഴിക്കാറില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ കൂടി കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് സാമ്പാർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സാമ്പാർ എൻ്റെ രീതിയിലുള്ള സാമ്പാർ ഞാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ രണ്ടുപേരും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. പിന്നെ ഞാൻ ഉണ്ടാക്കണത് എൻ്റെ രീതിയിലുള്ള സാമ്പാറാണ് കേട്ടോ. ശരിക്കും ഇത് ഉണ്ടാക്കണ സ്റ്റെപ്പൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കുക്കർ സാമ്പാറാണിത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഈഗമ്മയും കൂടി പുറത്ത് വന്നിരുന്നാട്ടാ എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുക്കണത്. അപ്പോൾ ഞങ്ങളുടെ വൈകിട്ട് ഞങ്ങളുടെ കടപ്പുറ ഏരിയ ആയതുകൊണ്ടിട്ട് നല്ല കാറ്റുണ്ടാവും. അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നാട്ടാ ഞങ്ങൾ അരിയണത്. ക്യാരറ്റ് തിന്നത് കേട്ടോ. അപ്പോൾ ഈഗക്കുട്ടൻ കുറേ കോപ്രായൊക്കെ കാണിക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോനെ നോക്കിയിട്ട്. അപ്പോൾ അവൾക്ക് കുറേ സംശയമുണ്ട്. അമ്മ ഇതെന്ത് പച്ചക്കറിയാണെന്ന് ഓരോ പച്ചക്കറിയുടെ പേരും എന്നോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാണ് അരിയണത്. അപ്പോൾ ഇത് ഈഗക്കുട്ടൻ എടുത്തു തന്ന വീഡിയോ ആയിട്ട് എനിക്ക് അവളോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ എനിക്ക് എടുത്തു തന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കുക്കറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സാമ്പാറിലോട്ട് വേണ്ട നമ്മുടെ സവാള, വെളുത്തുള്ളി അതൊക്കെ എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയും തക്കാളി സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് ഞാൻ കുക്കറിൽ അടിക്കണില്ല. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നപ്പോഴത്തേനും ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ കുക്കറിലോട്ട് തന്നെ ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സവോളയൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ നമുക്ക്. ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു ചട്ടി ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് എന്നിട്ട് ഈ വാട്ടി വെച്ചേക്കണം വെണ്ടയ്ക്കയും തക്കാളിയും നമ്മുടെ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈസി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.